കൊലക്കേസ് അമ്മയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. അമ്മയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ പടപ്പക്കര സ്വദേശിയായ അഖിലാണ് ശ്രീനഗറിൽ നിന്നും പിടിയിലായിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ 4 മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് കുണ്ടറ ഡിവൈഎസ്പി ആയ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയിരിക്കുന്നത്. ശ്രീനഗറിൽ വെച്ച് കണ്ട മലയാളിയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞതും. ശ്രീനഗറിലെ ഒരു വീട്ടിൽ ജോലിക്കാരനായി ഒളിവിൽ കഴിയുകയായിരുന്നു അഖിൽ. കേസിന്റെ അന്വേഷണത്തിൽ പല തരത്തിലുമുള്ള പ്രതിസന്ധികളാണ് പോലീസിന് നേരിടേണ്ടി വന്നതും. കാരണം സ്ഥിരമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളായിരുന്നില്ല പ്രതി. ആകെ ഉണ്ടായിരുന്ന ഫോണും സിം കാർഡും നശിപ്പിച്ചിരുന്നു. സുഹൃത്തുക്കളെ ബന്ധപ്പെടുന്നതും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതും ഒഴിവാക്കിയിരുന്നു. പ്രതിയിലേക്ക് എത്താനുള്ള വഴികൾ വളരെ കുറവായിരുന്നു. എന്നാൽ കേരളത്തിലുടനീളം കുണ്ടറ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. പല സംസ്ഥാനങ്ങളിലും പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങളും പോലീസ് കൈമാറിയിരുന്നു. അങ്ങനെയാണ് ശ്രീനഗറിൽ നിന്നും പ്രതിയെക്കുറിച്ചുള്ള വിവരം കുണ്ടറ പോലീസിന് ലഭിക്കുന്നതും. കുണ്ടറ CA അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള 3 അംഗ സംഘം ശ്രീനഗറിലേക്ക് പുറപ്പെടുകയായിരുന്നു. ഇവിടെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെക്കുറിച്ചുള്ള നിർണായക വിവരം നൽകിയത് ശ്രീനഗറിൽ തന്നെയുള്ള ഒരു മലയാളിയായിരുന്നു. ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ഒരാളാണ് തങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നതെന്ന കാര്യം വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. 2024 ഓഗസ്റ്റ് 17-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ലഹരിക്ക് അടിമയായ അഖിൽ ലഹരി പദാർത്ഥം വാങ്ങിക്കൊണ്ടുവരികയും അതിന് പണം ആവശ്യപ്പെട്ടതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് ഇരുവരെയും ആക്രമിച്ചത്. പുഷ്പവിലാസത്തിൽ പുഷ്പലതയും പിതാവ് ആന്റണിയുമായിരുന്നു കൊല്ലപ്പെട്ടത്. പുഷ്പലത സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിക്കുകയായിരുന്നു. ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുത്തച്ഛൻ ആന്റണി 2 ആഴ്ചയോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശേഷമായിരുന്നു അദ്ദേഹവും മരണപ്പെട്ടത്. ആക്രമണശേഷം അമ്മയുടെ മൊബൈൽ ഫോണും മോഷ്ടിച്ചാണ് അഖിൽ കടന്നു കളഞ്ഞതും. കൊട്ടിയത്തെ ഒരു മൊബൈൽ ഷോപ്പിൽ ഈ ഫോൺ വിൽക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇയാൾ മൊബൈൽ ഫോണും മറ്റും ഉപയോഗിച്ചിരുന്നില്ല. മുൻപ് പലതവണ ഇന്ത്യയിൽ ഉടനീളം യാത്ര ചെയ്തിട്ടുള്ള അഖിലിനെ പല സ്ഥലങ്ങളിലും പരിചിതമായിരുന്നു. ഇയാൾ നടത്തിയ ATM ഇടപാടുകളിലൂടെയാണ് ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ അടുത്തുള്ള ഒരു സ്ഥലത്ത് എത്തിയതായും കണ്ടെത്തിയത്. തുടർന്നായിരുന്നു അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതും. അതേസമയം TP വധക്കേസ് പ്രതിയായ കൊടി സുനി പരോൾ ലഭിച്ചതിനെ തുടർന്ന് ജയിലിൽ നിന്നും പുറത്തിറങ്ങി. കൊടി സുനിയുടെ അമ്മ നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് 30 ദിവസത്തെ പരോൾ അനുവദിച്ചിരിക്കുന്നത്. പരോൾ ലഭിച്ചതോടെ സുനി ജയിലിൽ നിന്നും പുറത്തിറങ്ങുകയായിരുന്നു. പരോൾ ആവശ്യപ്പെട്ട അമ്മ മനുഷ്യാവകാശ കമ്മീഷനാണ് ആദ്യം അപേക്ഷ നൽകിയത്. കമ്മീഷന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ജയിലിൽ DGP പരോൾ അനുവദിക്കുകയായിരുന്നു. എന്നാൽ പോലീസിന്റെ പ്രൊബേഷണൽ റിപ്പോർട്ട് പ്രതികൂലമായിട്ടും ജയിൽ DGP അനുകൂല നിലപാടെടുക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പരോൾ ലഭിച്ചതിനെ തുടർന്ന് സുനി തവനൂർ ജയിലിൽ നിന്നും ശനിയാഴ്ചയാണ് പുറത്തിറങ്ങിയത്. അതിനിടയിൽ പരോൾ അനുവദിച്ചുകൊണ്ടുള്ള മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവും പുറത്തു വന്നിരുന്നു. ശിക്ഷിച്ചിട്ടും നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു സുനി. അതേസമയം കൊടി സുനിക്ക് എങ്ങനെ 1 മാസത്തെ പരോൾ അനുവദിച്ചുവെന്ന് KK രമ MLA പ്രതികരിച്ചിരുന്നു. പോലീസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ എന്നും അമ്മയ്ക്ക് കാണാനാണെങ്കിൽ 10 ദിവസം പോരെയെന്നും ഇത്തരമൊരു ക്രിമിനൽ 1 മാസം നാട്ടിൽ നിന്നാൽ എന്ത് സംഭവിക്കുമെന്നായിരുന്നു അവർ ചോദിച്ചതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.